ഒരടിപൊളി മോയ്സ്ചറൈസർ ക്രീമാണ് കേട്ടോ ഇത്. നമ്മുടെ മുടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ ക്രീമാണ്. അപ്പോൾ ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പോൾ എല്ലാപ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. മുടിയൊക്കെ ചീകി ഒരു ചിക്കൊക്കെ പോക്കി വെക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ അതേ നമ്മൾ മുടിയുടെ ചിക്കൊക്കെ പോക്കി നല്ലോണം വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഹെയർ കെയറിന് നമുക്ക് ആവശ്യമായ നമ്മൾ പാക്ക് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങളെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ല് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര നിങ്ങൾക്ക് പറിക്കാൻ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വാങ്ങുന്ന അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഞാനതൊരു 2-3 ടീസ്പൂൺ വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് 1 സ്പൂൺ നെയ്യാണ്. നെയ്യ് നമ്മളെ മുടിക്ക് നല്ല മോയ്സ്ചറൈസിങ് തരുന്ന സംഭവമാണ്. നമ്മൾ മുടിയൊക്കെ പൊട്ടിപ്പോകുന്നവരും അതുപോലെ ഇങ്ങനെ ഒരു ചകിരി പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, മുടിയൊക്കെ ഇങ്ങനെ ഒരു മാതിരിയുള്ള ആൾക്കാർ, അവരൊക്കെ ഇതുപോലത്തെ പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം നമുക്ക് മുടിയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒന്ന് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അന്ന് ഓരോരുത്തർക്കും അവരവരുടെ മുടിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ മാറ്റാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഈ ഒരളവിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3ഉമാണ് നമുക്ക് ഇന്നത്തെ പാക്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അലോവേരയും നെയ്യും കൂടെ നന്നായിട്ട് ചേരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിലേക്ക് പുരട്ടി കൊടുക്കണം. പുരട്ടി കൊടുക്കുന്നത് നമ്മൾ ഓരോ മുടിയിലേക്കും നല്ലതായിട്ട് എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് തലയിൽ തേച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയുടെ ഡ്രൈനെസ്സും അങ്ങനെ ഇങ്ങനെ മുടി ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ആൾക്കാരുണ്ടാകും, അങ്ങനെ വരാണ്ടിരിക്കാനും പിന്നെ നമുക്ക് എന്താ പറയുക സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ വരാതിരിക്കാനും ഒക്കെ ഇത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്ന സംഭവമാണ്. നന്നായിട്ട് മുടിയെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഈ ഒരു പാക്കിന് സാധിക്കും. തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നല്ലൊരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. എന്നിട്ട് അധിക നേരം തണുപ്പ് പറ്റാത്തവർ ഇത് വെക്കണമെന്നില്ല. പറ്റാത്തവർ ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അതല്ല തണുപ്പൊന്നും പ്രശ്നമല്ലാത്തവർ കുറച്ച് ഒരു 15-20 മിനിറ്റ് വെക്കുന്നതുകൊണ്ട് മുടിക്ക് നല്ലതേ, നമ്മുടെ തലയ്ക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ നന്നായിട്ടിത് തേച്ച് കഴിഞ്ഞ് നന്നായിട്ടൊരു മസാജിങ് ഒക്കെ കൊടുക്കുക.
അപ്പോൾ ഞാനിതാ മോളുടെ മുടിക്ക് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലോണം ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുടിയുടെ അറ്റത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഡ്രൈനെസ് ഉള്ളവർ മുടിയുടെ അറ്റത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നമ്മളെല്ലാ പാക്കും ചെയ്യുന്നത് പോലെ തന്നെ പിന്നെ പാക്ക് തലയിൽ തേക്കുന്നതിന് മുന്നേ നമ്മൾ തലയിൽ എണ്ണ തൊട്ട് പുരട്ടാറുണ്ട്. ഈ ഒരു പാക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എണ്ണ തൊട്ട് പുരട്ടണം എന്നില്ല, കാരണം നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് നമ്മളിപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മുന്നേ എണ്ണ തൊട്ട് പുരട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ എല്ലാ പാക്കുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ പാക്ക് ഇത്രയേ ഉള്ളൂ. ഇത് തേച്ച് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഷാമ്പു ഉപയോഗിച്ച് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഒരു മൈൽഡായിട്ടുള്ള, പറ്റുമെങ്കിൽ ബേബി ഷാമ്പു അങ്ങനത്തെ ഒക്കെ ഉപയോഗിക്കാം. നല്ല ഹാർഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കരുത്. മൈൽഡായിട്ടുള്ളൊരു ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് തേച്ച് കുളിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു പാക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു പാക്കായിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ ബൈ ബൈ.